أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين صلى الله على نبينا محمد وعلى آله وأصحابه الأجمعين അമ്മാ ബഅദ്. ബഹുമാന്യരായ വിശ്വാസി സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ വെളിച്ചം പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അധ്യായം 32 സൂറത്തു സജദയുടെ 15 മുതൽ 17 വരെയുള്ള വചനങ്ങളിൽ നിന്നും ഏതാനും ചില കാര്യങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്. നേരത്തെയുള്ള സംസാരത്തിൽ, തൊട്ട് മുമ്പത്തെ വചനത്തിൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ, വചനങ്ങളെ നിഷേധിക്കുകയും തിരസ്കരിക്കുകയും മറന്നുകളയുകയും ചെയ്തവർക്കുണ്ടാകുന്ന, അവരനുഭവിക്കേണ്ടി വരുന്ന അനുഭവങ്ങളെ പറ്റിയിട്ടായിരുന്നു സൂചിപ്പിച്ചിരുന്നത്. ഇനി വരുന്ന വചനങ്ങൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ യഥാവിധി അറിയുകയും വിശ്വസിക്കുകയും കീഴ്പ്പെടുകയും ചെയ്യുന്നവരുടെ അവർക്കുണ്ടാവുന്ന അല്ലെങ്കിൽ അവർക്കുണ്ടായിരിക്കേണ്ട ഗുണവിശേഷങ്ങളെ പറ്റിയൊക്കെ പരാമർശിക്കുകയാണ്. വചനം 15 വരുമ്പോൾ അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ വിശ്വസിക്കുന്നവർ എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത്. ഇന്നമ യുക്മിനു ബി ആയാത്തിന, തീർച്ചയായും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവർ. ഇവിടെ ആയത്ത് എന്ന പദത്തെ മനസ്സിലാക്കുമ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ കേവലം വചനങ്ങളെയോ സൂക്തങ്ങളെയോ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല, മറിച്ച് ദൃഷ്ടാന്തങ്ങൾ, ലക്ഷ്യങ്ങൾ എന്നൊക്കെയുള്ള വിശാലമായ അർത്ഥങ്ങൾ, ആശയങ്ങൾ അതിനുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ജീവിത ലക്ഷ്യത്തെ തിരിച്ചറിഞ്ഞ ആളുകൾ, അതല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ അടയാളങ്ങളെ, സ്വന്തം ശരീരത്തിൻ്റെ അനുഗ്രഹങ്ങളെ ഒക്കെ ബോധ്യപ്പെട്ടിട്ട് അതിൻ്റെ പിറകിലുള്ള സൃഷ്ടാവായ റബ്ബിനെ തിരിച്ചറിഞ്ഞ ആളുകൾ എന്ന രീതിയിലൊക്കെ യുക്മിനു ബി ആയാത്തിന എന്ന ആ ഭാഗത്തിന് അർത്ഥം വെക്കാവുന്നതാണ്. അള്ളാഹുവിൻ്റെ വചനങ്ങൾ, ആയത്തുകളിൽ വിശ്വസിച്ച ആളുകൾ എന്ന് നേർക്കുനേരെ അതിന് ആശയമുണ്ടെങ്കിലും മുകളിൽ പറയപ്പെട്ടതുപോലെയുള്ള ഒരു വിശാലമായിട്ടുള്ള അർത്ഥത്തിലും അവയെ മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഉത്ബോധനം നൽകപ്പെട്ടാൽ അവർ സുജൂദ് ചെയ്യുന്നവരായി നിലംപതിക്കുമെന്നാണ് തൊട്ടടുത്ത ഭാഗം ഖർറു സുജ്ജദ എന്ന് പറയുന്നത്. ഇവിടെ വചനങ്ങൾ കേട്ടാൽ സുജൂദ് ചെയ്യുമെന്ന് പറഞ്ഞത് കേവലം സുന്നത്തായ തിലാവത്തിൻ്റെ സുജൂദിനെ പറ്റിയല്ല, മറിച്ച് വിധേയത്വത്തിൻ്റെ, അനുസരണത്തിൻ്റെ, കീഴടങ്ങലിൻ്റെ ഒരു ഭാവത്തെയാണ്, മനസ്സിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നതാണ്. പ്രത്യക്ഷമായി ഈ വചനഭാഗം മനസ്സിലാക്കുമ്പോൾ സുന്നത്തായ തിലാവത്തിൻ്റെ സുജൂദ് അവിടെ ഉണ്ടെങ്കിലും, പ്രതിപാദിക്കുന്നുണ്ടെങ്കിലും, അള്ളാഹുവിൻ്റെ കൽപ്പന, നിർദ്ദേശങ്ങൾ, ഉത്ബോധനങ്ങളൊക്കെ ജീവിതത്തിൽ ശിരസാവഹിക്കുന്ന ഒരു വിശ്വാസിയെ അവൻ പിന്നീട് ആലോചനയും സന്ദേഹവും സങ്കോചമില്ലാതെ ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ പകർത്തുകയും പ്രാവർത്തികയുമാക്കി ചെയ്യുന്ന ഒരു മഹത്തായ ആശയത്തെയാണ് ഖർറു സുജ്ജദ എന്ന ഭാഗം കൊണ്ട് ഓർമ്മപ്പെടുത്തുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തു മറിയം അതിൻ്റെ 58 വചനത്തിൽ ഈ ഒരു ഭാഗത്തെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ഈ ഒരു കാര്യത്തെ, ഇദാ തുത്ല അലൈഹിം ആയാത്തു റഹ്മാനി, റഹ്മാൻ പരമകാരുണ്യകൻ്റെ വചനങ്ങൾ ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ ഖർറൂ സുജ്ജദൻ വബുക്കിയ, അവർ കരഞ്ഞ് പ്രണമിക്കുന്നവരായി, അവർ സുജൂദിലായി വീഴും എന്നുള്ളതാണ്. അപ്പോൾ ഈ നിലക്ക് ഇവിടെ സൂചിപ്പിക്കുന്നത് നേരത്തെ പറയപ്പെട്ടതുപോലെയുള്ള അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ, ലക്ഷ്യങ്ങളെ, അടയാളങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അനുസരണബോധത്തോടെ അവർ കടന്നു വരുന്ന ആ ഒരു ആശയത്തെയാണ് എന്നുള്ളതാണ്. അവർക്കതിൽ പ്രതീക്ഷിക്കാനുള്ള ആശകൾ നൽകുന്ന ധാരാളം കാര്യങ്ങളുണ്ട്, അവരെ ഭയപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കൂടി അവൻ്റെ കണ്ണീരണിഞ്ഞ് മനസ്സ് വിധേയപ്പെട്ടിട്ടായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. അവിശ്വാസികളുടെ നിലപാട് പറയുന്നിടത്ത് സൂറത്ത് ഇൻഷിഖാക്കിൻ്റെ 21 വചനത്തിൽ അവർ സട്ടാങ്ങം നമിക്കുകയില്ല, വചനങ്ങൾ ഓതിക്കേട്ടാലും അവർ സുജൂദ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് കേവലം ഒരു സുജൂദിനെ അവർ മാറ്റിവെക്കും എന്നുള്ളതല്ലല്ലോ. ഇദാ ഖുരിഅ അലൈഹിമുൽ ഖുർആനു ലാ യസ്ജുദൂൻ എന്നുള്ളത് അവർ അള്ളാഹുവിൻ്റെ വചനങ്ങളെ, മൊത്തത്തിൽ അവൻ്റെ നിർദ്ദേശങ്ങളെ, അവൻ്റെ ദൃഷ്ടാന്തങ്ങളെ, അടയാളങ്ങളെ എല്ലാം നിഷേധിക്കുകയും കളവാക്കുകയും ചെയ്യുന്നു എന്ന നിലക്കാണ്. അപ്പോൾ വിശ്വാസി സുജൂദ് ചെയ്യുന്നു എന്ന് പറയുന്നത്
അവനതിനെ അനുസരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു എന്ന നിലക്കാണ്. ഇനി കേവലം 7 അവയവങ്ങളെ കൊണ്ടുള്ള ഒരു സുജൂദാണ് ഇവിടുത്തെ ഉദ്ദേശമെങ്കിൽ വിശുദ്ധ ഖുർആനിൻ്റെ എല്ലാ വചനങ്ങളിലും സുജൂദ് ചെയ്യുന്ന അങ്ങനെയുള്ള ഒരവസ്ഥ ഇല്ലല്ലോ. മറിച്ച് 15 ഇടങ്ങളിലാണ് സുജൂദ് ചെയ്യുന്ന ഒരു പരാമർശമായിട്ട് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ നിലക്ക് ഒരു മനസ്സുകൊണ്ടുള്ള കുനിയലാണ്, വിധേയപ്പെടലാണ് ഇവിടുത്തെ സുജൂദ് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി തിലാവത്തിൻ്റെ സുജൂദ്, ഇത് പാരായണം ചെയ്യുമ്പോൾ അത് അപ്രകാരം നിർവഹിക്കൽ സുന്നത്താണ് എന്നുള്ളതും സാന്ദർഭികമായി നമ്മൾ ഓർക്കുക. ആ സുജൂദിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. സജദ വജ്ഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി എന്ന പ്രാർത്ഥനയൊക്കെ. ഇനി ഈ വചനത്തിൻ്റെ തൊട്ടടുത്ത ഭാഗം സബ്ബഹു ബിഹംദി റബ്ബിഹിം എന്നാണ്. അള്ളാഹുവിൻ്റെ വചനങ്ങളെ അറിയുകയും ശേഷം അതിന് കീഴ്പ്പെടുകയും ചെയ്യുന്ന ഒരാളിൽ സ്വാഭാവികമായും റബ്ബിനോടുള്ള അടുപ്പവും നന്ദി പ്രകടനവും സാമീപ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരിക്കുക, ധാരാളം ഉണ്ടായിരിക്കുക എന്നത് അനിവാര്യമാണ്. അപ്പോൾ അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളിലൂടെയാണ് ഈ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, നാളെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴേക്കും അവന് വഴിപ്പെട്ടതിൻ്റെ അടയാളങ്ങളും കർമ്മങ്ങളൊക്കെ റബ്ബിൻ്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും ഒരു വിശ്വാസി എന്ന നിലക്ക് അവനിൽ നിന്ന് ഉണ്ടാവുമെന്നുള്ള ഒരു ഉദ്ദേശമാണ് ഈ ചെറിയ 2 വാക്കുകളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആ നിലക്ക് അവിടെ പ്രസ്താവിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ കേവലം തസ്ബീഹും തഹ്മീദും തഹ്ലീലും ചെയ്ത് അങ്ങനെ ഒതുങ്ങിക്കൂടും എന്ന 2-3 കാര്യങ്ങളെയല്ല, മറിച്ച് വിശാലമായിട്ടുള്ള അവൻ്റെ ജീവിതത്തിലുടനീളം ആ റബ്ബിനുള്ള വേണ്ടിയുള്ള നന്ദി പ്രകടനം ഉണ്ടാവുമെന്നുള്ള പരാമർശമാണ് എന്നതാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ്, അള്ളാഹുവിൻ്റെ വിജയം സഹായമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു മുഅ്മിൻ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, അവനവൻ്റെ രക്ഷിതാവിന് വേണ്ടി തസ്ബീഹ് വാഴ്ത്തലും തഹ്മീദ് സ്തുതിക്കലൊക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ കേവലം നിസ്സാര നിമിഷങ്ങളിലുള്ള ഒരു കാര്യമല്ല, ജീവിതം മുഴുക്ക അവനിൽ ഉണ്ടാവുന്ന നന്ദിബോധത്തിൻ്റെ അടയാളത്തെ സൂചിപ്പിക്കാനാണ് ഇങ്ങനെയുള്ളൊരു പരാമർശം എന്നുള്ളതാണ്. ഇനി പറയുന്നു ആ വചനത്തിൽ വഹും ലാ യസ്തക്ബിറൂൻ, 15-ാമത്തെ വചനം, അവർ അഹങ്കാരം കാണിക്കുകയില്ല എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുകയും ബോധ്യപ്പെടുകയൊക്കെ ചെയ്താൽ പിന്നീട് അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തണമെങ്കിൽ, ഒരാൾ നന്നായി ഇനി അങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ, സത്യത്തെ നിഷേധിക്കാതിരിക്കണമെങ്കിൽ ഒരാളിൽ അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട ഗുണമാണ് കിബിർ, പൊങ്ങച്ചം, ഇതൊക്കെ ഇല്ലാതിരിക്കുക എന്നത്. മനസ്സിൽ അഹങ്കാരമുണ്ടെങ്കിൽ സത്യം എത്ര തവണ ഓതിക്കേട്ടാലും ബോധ്യപ്പെട്ടാലും അത് മനസ്സിലുണ്ടെങ്കിലും അതിനെ അംഗീകരിക്കാൻ അയാൾ റെഡിയാവില്ല എന്നുള്ളതാണ്. ഒരു വൈമനസ്സുണ്ടാവും എന്നുള്ളത് സ്വാഭാവികമാണ്. ചരിത്രം അങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അഹങ്കാരം എന്നാൽ തന്നെ അത് സത്യത്തെ നിഷേധിക്കലാണ്, ബത്റുൽ ഹക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ഒരു നിർവചനം എത്ര സുന്ദരമാണ്. സാക്ഷാൽ ലഅനത്തുല്ലാഹി ഇബ്ലീസ് ആ സത്യത്തിൽ നിന്ന് അകന്നതും ഒക്കെ അവിടെ റബ്ബുമായിട്ടുള്ള ഒരു വാഗ്വാദം നടക്കാനുള്ള കാരണമൊക്കെ തന്നെ ഖിബറാണ് എന്നുള്ളത് ഖുർആൻ നസ്സായിട്ട് പറയുന്നുണ്ട്. അബാ വസ്തക്ബറ. അപ്പോൾ അറിഞ്ഞ ഒരു സത്യത്തെ പുൽകുന്നതിൽ നിന്ന് ഒരാളെ പിന്നോട്ട് വലിക്കുന്ന ദുസ്വഭാവമായിട്ട് ഖിബറിനെ മനസ്സിലാക്കാം. ഈ ഖിബർ തീരെ ഇല്ലാത്ത ആളുകളായിരിക്കും അവർ വിശ്വാസികൾ എന്ന് ഈ വചനം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ 15-ാമത്തെ വചനത്തിലൂടെ പ്രധാനമായി 3 കാര്യങ്ങളെ പറയുന്നു. അവർ റബ്ബിൻ്റെ വചനങ്ങൾ ശിരസാവഹിക്കുന്നു, അവർ നന്ദിയോടെ തസ്ബീഹും തഹ്ലീലുമായി കഴിഞ്ഞുകൂടുന്നു, അവർ സത്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന അഹങ്കാരത്തെ മാറ്റി നിർത്തുന്നു എന്നാണ്. ഇനി 16-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ ഒരു 3 കാര്യങ്ങളെ കൂടെ അവിടെ വിശദീകരിക്കുകയാണ്. എന്തൊക്കെയാണ് ആ 3 കാര്യങ്ങൾ? ഒന്ന്, തതജാഫ ജുനൂബുഹും അനിൽ മളാജി, അവർ കിടപ്പറകളിൽ നിന്ന് തങ്ങളുടെ ശരീരത്തെ അകറ്റി നിർത്തുന്നവരാണ്. അങ്ങനെ പറഞ്ഞാൽ സാധാരണ വിശ്വാസികളിൽ നിന്ന് വിശേഷപ്പെട്ട സ്വഭാവ ഗുണങ്ങളായി മേൽപ്പറയപ്പെട്ട വിശ്വാസികളെ കാണാം. ഇവർ കേവലം നാവ് കൊണ്ട് വിശ്വാസത്തെ പ്രഖ്യാപിച്ചവരോ അല്ലെങ്കിൽ വാചാലതയിൽ മാത്രം ഒതുക്കി നിർത്തിയവരല്ല, മറിച്ച് അവരവരുടെ ജവാരിഹുകൾ, അവയവങ്ങളെ കൊണ്ടത് സാക്ഷ്യപ്പെടുത്താൻ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറായവരാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ തഹ്മീദും തസ്ബീഹും തഹ്ലീലൊക്കെ ആയിട്ട് ദിക്ർ ദുആകൾക്ക് വേണ്ടി പകൽ സമയങ്ങളിൽ മാത്രമല്ല രാവിൻ്റെ വിശ്രമത്തിൻ്റെ നിദ്രാവേളകളിൽ പോലും
അവരല്പം ഉറക്കൊഴിച്ചൊക്കെ റബ്ബിനെ ഓർക്കാനും ദിക്റുകളായി കഴിഞ്ഞുകൂടാനും ദുആയിരക്കാനൊക്കെ സമയം കണ്ടെത്തും എന്നുള്ളതാണ്. തഹജ്ജുദ് നമസ്കാരം എന്ന ആരാധനയുടെ പ്രാധാന്യത്തെ, മഹത്വത്തെ കുറിക്കുന്നൊരു വചനം കൂടെ ഇത് എന്നുള്ളത് മനസ്സിലാക്കാം. കാരണം തഹജ്ജുദിൻ്റെ പോരിഷകളൊക്കെ പറയുന്ന, നന്മകളൊക്കെ പറ്റി പറയുന്ന ഹദീസുകളെ വിശദീകരിക്കുന്നിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്തിനെ ഓതിയതായി പാരായണം ചെയ്തതൊക്കെയായി നമുക്ക് കാണാൻ കഴിയും. സൂറത്തു ദാരിയാത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അവർ ഈ അന്ത്യയാമങ്ങളിൽ ഉറക്കത്തിൽ നിന്ന് അവർ എണീറ്റിട്ട് ധാരാളം സമയം അവർ പാപമോചനം തേടുന്നവരായിരിക്കുമെന്നൊക്കെ കാണാം. കാനു ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ, ഒരല്പം മാത്രമാണ് അവർ ഉറങ്ങുക. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, രാത്രിയുടെ കൂടുതൽ സമയവും അവർ നല്ലൊരു സമയവും അവർ പാപമോചന പ്രാർത്ഥനകളിലായിട്ട് കഴിഞ്ഞുകൂടുന്നതാണ്. വല്ലദീന യബീതൂന ലി റബ്ബിഹിം സുജ്ജദൻ വഖിയാമ എന്ന സൂറത്ത് ഫുർഖാനിൽ രാത്രി സമയം അവർ നിന്നും സുജൂദിലായിക്കൊണ്ടൊക്കെ കഴിച്ചുകൂട്ടുക, അതായത് നമസ്കാരത്തെ. വമിനൽ ലൈലി ഫതഹജ്ജുദ് ബിഹി എന്ന് സൂറത്തു ഇസ്രായിൽ അവർ രാത്രി സമയത്ത് തഹജ്ജുദിന് വേണ്ടിയിട്ട് സത്യവിശ്വാസികൾ മാറ്റിവെക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. സൂറത്തു ആലിംറാനിൽ ഈ അത്താഴ സമയങ്ങളിലൂടെ അവരുടെ നിസ്കാരത്തെപ്പറ്റി പറയുന്നുണ്ട്. ഇതൊക്കെ തന്നെ തഹജ്ജുദിൻ്റെ പ്രാധാന്യം കുറിക്കുന്ന ആയത്തുകളാണ്. സത്യവിശ്വാസികളിൽ ഈമാൻ ഒന്നുകൂടെ മുൻപന്തിയിലുള്ള ആളുകൾ ഈ ഇബാദത്തിൻ്റെ കാര്യത്തിൽ അശ്രദ്ധയിലായിരിക്കുകയില്ല എന്ന ഒരു സംക്ഷിപ്തമാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അവരുടെ പ്രാർത്ഥനയെപ്പറ്റി പറയുന്നു. എങ്ങനെയാണ് അവർ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ, അങ്ങേയറ്റത്തെ ഭയത്തോടെയും അതിനേക്കാളേറെ ആശയോടെയും അവർ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ തങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊന്നാവട്ടെ അതവർ റബ്ബിനോട് പറയാൻ ഏറ്റവും നല്ലൊരു സമയമായി തിരഞ്ഞെടുത്തിട്ടുള്ളത് ഈ തഹജ്ജുദിൻ്റെ സമയമാണെന്നുള്ളതാണ്. കാരണം തഹജ്ജുദിൻ്റെ വിഷയത്തെ, പ്രാധാന്യത്തെ വിശദീകരിച്ചിട്ടാണ് അവരുടെ പ്രാർത്ഥന പറയുന്നത്. അപ്പോൾ അവർ അള്ളാഹുവിലേക്ക് എല്ലാ കാര്യം ചോദിക്കാനും തേടാനും പറയാനും ആവശ്യപ്പെടാനും ഒക്കെ, അത് ഭൗതികമാവട്ടെ മരണാനന്തര ജീവിതമാവട്ടെ, അവർ കണ്ടെത്തുന്ന സമയം തഹജ്ജുദ് വേളയിലാണ് എന്നാണ്. ഇവിടെ അവർ ഭയത്തോടെ പ്രാർത്ഥിക്കും. എന്താണ് അവർക്കുള്ള ഭയം? മരണാനന്തര ജീവിതത്തിൽ കണ്ടുമുട്ടേണ്ട നിമിഷങ്ങൾ ആലോചിച്ചിട്ട് വിചാരണ ഉണ്ട്, അവിടെ വരാനിരിക്കുന്ന ശിക്ഷകളുണ്ട്, അവിടെ ആ നിലക്കുള്ള അള്ളാഹുവിൻ്റെ നരകമുണ്ട്, ഗ്രന്ഥങ്ങൾ കയ്യിൽ കിട്ടുന്ന അവസ്ഥ ഉണ്ട് അല്ലേ, ഓരോ കർമ്മങ്ങൾക്കും സാക്ഷി പറയേണ്ടി വരുന്ന അവസ്ഥ ഉണ്ട്, അവനവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങൾ അവർക്കെതിരെ തന്നെ സാക്ഷി പറയുന്ന നിമിഷമുണ്ട്. ഇതൊക്കെ തന്നെ ആലോചിച്ചിട്ട് വല്ലാത്ത ഭയവിഹ്വലമായി ചെയ്ത കർമ്മങ്ങളൊക്കെ നാളെ പരലോകത്ത് സ്വീകരിക്കുമോ എന്നുള്ള ഭയമുണ്ട്. വജിലത്തുൻ, കൽബൊക്കെ ഇങ്ങനെ വിറച്ചിട്ട് അങ്ങനെയുള്ള പ്രാർത്ഥനകൾ അവരുടെ ഇടയിൽ ഉണ്ടാവുന്നതാണ്. രണ്ടാമത്തേത് അങ്ങേയറ്റത്തെ പ്രതീക്ഷ. എന്താണ് അവർക്കുള്ള പ്രതീക്ഷ? നാളെ അള്ളാഹു വിശ്വാസികൾക്ക് ഇബാദത്തുകളൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടുന്ന ഈമാൻ ഉറച്ച ആളുകൾക്ക് ദുനിയാവിനോട് മിതമായിട്ടുള്ള അളവിൽ ആഗ്രഹം അതങ്ങനെ നിയന്ത്രിച്ച ആളുകൾക്ക് അവൻ നൽകാമെന്നേറ്റിട്ടുള്ള സ്വർഗമുണ്ടല്ലോ, അതിനെപ്പറ്റിയിട്ടുള്ള അങ്ങേയറ്റത്ത് അവരുടെ പ്രതീക്ഷ, ആശ, ഇതൊക്കെ ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള പ്രാർത്ഥനയായിരിക്കുന്നതാണ്. അപ്പോൾ പ്രധാനമായിട്ടും ഈ തഹജ്ജുദിൻ്റെ എല്ലാവരും ഉറങ്ങുമ്പോൾ ഉറക്കമൊഴിച്ചിട്ട് നിദ്രാവേളയിൽ പ്രാർത്ഥനയിലായി സുജൂദിലായി കരഞ്ഞുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന ഈ ആളുകൾ രണ്ട് വിഷയത്തിലൂന്നിയിട്ടാണ് പ്രധാനമായിട്ടും പ്രാർത്ഥിക്കുക എന്നവിടെ പറയുന്നത്. ഒന്നാമത്തത് മരണാന്തര ജീവിതത്തിലെ ഭയവിഹുലമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ അവിടെ അള്ളാഹു നൽകാമെന്നേറ്റിട്ടുള്ള അങ്ങേയറ്റത്തെ വലിയ വിശാലമായ സ്വർഗത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കുന്ന ഖുർആൻ ഒരുപാട് പ്രാർത്ഥനകളെ മുഅ്മിനീനോട് ജീവിതത്തിൻ്റെ പകലിൻ്റെയും രാവിൻ്റെയൊക്കെ വേളകളിൽ ചൊല്ലാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ട പ്രാർത്ഥനകളൊക്കെ പഠിക്കുന്നിടത്ത് നമുക്ക് കാണാം. കൂടുതലും നരകീയ മോചനത്തിനുള്ളതാണ്, സ്വർഗപ്രവേശനത്തിനുള്ളതാണ് അല്ലേ. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ, പടച്ചോനെ മറന്നതിൻ്റെ പേരിൽ, തെറ്റുപറ്റിപ്പോയതിൻ്റെ പേരിൽ നാളെ പിടികൂടല്ല നാഥ. റബ്ബന സ്രിഫ് അന്ന അദാബ ജഹന്നം, നിൻ്റെ ജഹന്നമിൻ്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ തിരിച്ചുവിടണേ നാഥ. റബ്ബന ളലംന അൻഫുസന വ ഇല്ലം തഗ്ഫിർ ലനാ, കാരുണ്യം നിൻ്റെ ഭാഗത്തു നിന്നില്ല എങ്കിൽ ഞങ്ങൾ നാളെ കുടുങ്ങിപ്പോകുമല്ല. റബ്ബന വ ആതിന മാ വഅതന, നിൻ്റെ പ്രവാചകന്മാരിലൂടെ ഞങ്ങൾക്ക് നൽകാമെന്നേറ്റ സ്വർഗീയ പറുദീസ ഞങ്ങൾക്ക് നൽകണേ അല്ല. റബ്ബന ആതിന മിൻ ലദുൻക റഹ്മ, നിൻ്റെ അടുത്തുള്ള അപാരമായ റഹ്മത്തുണ്ടല്ലോ നാളെ പരലോകത്ത്, അത് പാപപരിഹാരമായും സ്വർഗമായൊക്കെ ഞങ്ങൾക്ക് നൽകണേ അല്ല. ഇത്തരം വിഷയങ്ങളൊക്കെ ആയിരിക്കും. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന, പരലോകത്തിൻ്റെ എന്താണോ ആ നന്മ സ്വർഗമാണ്. വഖിന അദാബന്നാർ, നരകത്തു നിന്ന് ഞങ്ങൾക്കുള്ള രക്ഷ. ഇതൊക്കെ ആയിരിക്കും അവർ
റബ്ബിനോട് ആ സമയത്ത് ചോദിച്ചു കൊണ്ടിരിക്കുക എന്നതാണ്. ഇനി മൂന്നാമത്തെ ഒരു സ്വഭാവം പറയുന്നു, ഇവർ വമിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ, ഈ വിശ്വാസികൾ എന്താണോ അള്ളാഹ് നൽകിയത് അതിൽ നിന്ന് ചെലവഴിക്കാൻ തയ്യാറുള്ളവരാണ്. അപ്പോൾ യഥാർത്ഥ വിശ്വാസിയാവണമെങ്കിൽ ചെലവഴിക്കേണ്ടതുണ്ട് എന്ന ബോധ്യമുള്ളവരാണ് എന്നുള്ളതാണ്. അള്ളാഹു നൽകിയതിൽ നിന്ന് മറ്റുള്ളവർക്ക് നൽകാതെ എനിക്ക് അവൻ്റെ സ്വർഗം ലഭിക്കാൻ ഒരു സാധ്യതയുമില്ല എന്ന ബോധം തിരിച്ചറിവ് അവർക്കുണ്ട് എന്നാണ്. അപ്പോൾ ഭൗതികമായ സുഖസൗകര്യങ്ങളിലും സാമ്പത്തികമായ അഭിവൃദ്ധികളിലും അഭിരമിക്കുന്ന ആളുകളായി ഈ വിശ്വാസികളെ കാണാൻ കഴിയൂല. മറിച്ച് അവർ സമ്പാദിക്കുന്നതിൽ നിന്ന് പരലോക നേട്ടത്തിനായി എന്താണോ ഉള്ളത് അതിൽ നിന്ന് നിർബന്ധമായി നൽകേണ്ടതുണ്ട്, സുന്നത്തായി ഐച്ഛികമായി നൽകേണ്ടതുണ്ട്. അതൊക്കെ അപ്രകാരം അങ്ങനെ നൽകിക്കൊണ്ടേയിരിക്കുന്നവരാണ്. അള്ളാഹു നൽകിയതിൽ നിന്ന് മറ്റുള്ളവർക്ക് നൽകാൻ മടിയില്ലാത്ത മനസ്സുള്ളവരായിരിക്കും ഇവരെന്ന് ഈ ഭാഗം കൊണ്ട് ഓർമ്മപ്പെടുത്താണ്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ, വിഷമഘട്ടത്തിലും അതോടൊപ്പം തന്നെ സന്തോഷവേളയിലും, അതായത് ഉണ്ടാവുമ്പോഴും കുടുസായി കാര്യങ്ങൾ ഉപജീവനം അനുഭവപ്പെട്ടാലൊക്കെ അവർ കൊടുക്കാനുള്ളത് കൊടുത്തുകൊണ്ടേയിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. വൽമുൻഫിഖീന വൽമുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, അല്ലേ, അവർ പ്രഭാത വേളകളിൽ സുഹൂറിൻ്റെ വേളകളിൽ അവർ ഇസ്തിഗ്ഫാറുമായി കഴിഞ്ഞുകൂടെന്ന് പറയുന്ന ഒരു ക്വാളിറ്റി പറയുന്നിടത്ത് തന്നെ സൂറത്ത് ആൽ ഇംറാൻ വൽമുൻഫിഖീൻ, അവർ ചെലവഴിക്കുമെന്നും പറയുന്നുണ്ട്. ഈ സ്വഭാവത്തെയാണ് പറയുന്നത്. അപ്പോൾ ക്ഷേമാവസ്ഥയിലും ക്ഷാമാവസ്ഥയിലുമൊക്കെ ഉള്ളതിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കാൻ മടിയില്ലാത്ത ആളുകൾ അവരെപ്പറ്റി പറയുന്നു. ഇനി വചനം 17 അള്ളാഹു അവസാനിപ്പിക്കുന്നത് വലിയ വിശദീകരണം ആവശ്യമില്ലാത്ത വിധം കാര്യങ്ങളെ ബോധ്യപ്പെടുത്തുന്നതാണ്. നേരത്തെ പറഞ്ഞ വിശേഷണങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്താണത്? അള്ളാഹുവിന് കീഴ്പ്പെടുന്ന, ശേഷം ശുക്ർ ചെയ്യാൻ സമയം കണ്ടെത്തുന്ന, തെല്ലും നന്ദികേട് വരാതിരിക്കാൻ അഹങ്കാരത്തെ ശ്രദ്ധിക്കുന്ന, പാതിരാവിൽ പോലും റബ്ബിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്ന, പരലോകമോർത്ത് പ്രാർത്ഥിക്കുന്ന, ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒരുപോലെ കൊടുക്കാൻ കഴിയുന്ന ഈ ആളുകൾക്ക് ഇതൊന്നും ചില്ലറ ഗുണമല്ല. ഇത്തരം മഹത്തരമായ ഗുണങ്ങൾ എല്ലാം ഒരാളിൽ സംബന്ധിക്കുക എന്നുള്ളത് തന്നെ അപൂർവമാണ്. ഇങ്ങനെ ഈ അപൂർവമായിട്ടുള്ള വിശ്വാസത്തിനുടമയായിട്ടുള്ള ഈ സത്യവിശ്വാസികൾക്ക്, അല്ലെങ്കിൽ ഇത്തരം ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരു ജീവിതരേഖ കാത്തു സൂക്ഷിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി കൊടുക്കുന്ന സ്വർഗത്തിൻ്റെ ലക്ഷണമാണ് പറയുന്നത്. എന്താണ്? ഇതുവരെ ഒരാളും കണ്ടിട്ടില്ലാത്ത, അല്ലേ, ഒരാൾക്കും ഫലാ തഅലമു നഫ്സുൻ, ഒരാളും അറിയാത്ത സ്വർഗമാണ് അല്ലാഹു അവരെ സംബന്ധിച്ച് അവരെ ആനന്ദിപ്പിക്കാൻ, കൺകുളിർമ നൽകാൻ, നാളത്തെ കൺകുളിർമ നൽകാൻ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്, രഹസ്യമാക്കി വെച്ചിരിക്കുന്നത് അങ്ങനത്തെ പ്രതിഫലമാണ് എന്നാണ്. അവൻ്റെ മലക്കുകൾക്ക് പോലും അറിയില്ല, അവൻ്റെ പ്രവാചകന്മാർക്ക് പോലും അറിയില്ല. ഏതാനും ചില സവിശേഷതകളും വിശേഷണങ്ങളൊക്കെ പറഞ്ഞെന്നല്ലാതെ നാളെ പരലോകത്ത് സത്യവിശ്വാസിയായ ഒരാൾക്ക് കിട്ടാൻ പോകുന്ന സ്വർഗത്തിൻ്റെ സുഖങ്ങളെ ഇല്ല, അതല്ല രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്. മുഴുവനായിട്ടും ഒരാൾക്കും അതിനെ പറ്റിയിട്ട് അറിയാനും കഴിഞ്ഞിട്ടില്ല, അറിയിച്ച് തരാനും കഴിഞ്ഞിട്ടില്ല. അതങ്ങനെ കഴിയൂല. അന്നലക്കല്ല ഗോപ്യമാക്കി മറച്ച് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ആയത്ത് പ്രത്യക്ഷമായി പറയുന്നത് എന്നുള്ളതാണ്. പിന്നെ വിശദീകരണമായി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, എന്ത്? ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു ഹൃദയത്തിലും ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള സുഖങ്ങളായിരിക്കും, സൗകര്യങ്ങളായിരിക്കും നാളത്തെ സ്വർഗത്തിലുണ്ടായിരിക്കുക എന്നുള്ള അതിൻ്റെ പ്രതിഫലത്തെ പറ്റി പറയുന്നുണ്ട് എന്നുള്ളത്. എന്നിട്ട് അതിനുള്ളൊരു തെളിവായിട്ട് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വചനത്തെ ഓതുമായിരുന്നു, പറയുമായിരുന്നു എന്നാണ്. ഫലാ തഅലമു നഫ്സു മാ ഉഖ്ഫിയ ലഹും മിൻ ഖുറത്തി അഅ്യുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ഇത്തരത്തിലുള്ള സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന സത്യവിശ്വാസിയായി മാറാൻ പ്രചോദനമേകുന്ന വചനങ്ങളാണ്, കാര്യങ്ങളാണ്. മറക്കാതിരിക്കുക. ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ആ നിലക്ക് ശ്രദ്ധയോടെ കഴിച്ചു കൂട്ടുക. അള്ളാഹു അനുഗ്രഹിക്കും.